സദസ്സാണ്. എനിക്ക് തോന്നുന്നത് ഒരു സ്റ്റാർ നൈറ്റ് തന്നെയാണ് അവിടെ അല്ലേ. ഒരു മലയാളത്തിൽ അടുത്ത കാലത്ത് ഒരു കാസറ്റ് ലോഞ്ചിങ്ങും അല്ലെങ്കിൽ ഓഡിയോ ലോഞ്ചും ഇതുപോലെ ഗ്രാൻഡായിട്ടില്ല എന്ന് ഇവിടെ പിഷാരടിയും നാദൃഷയും കൂടി കൺഫ്യൂഷനിലായിരുന്നു. ഇത്രയും പേരെ വിളിച്ചു കഴിഞ്ഞിട്ടെങ്കിൽ ആദ്യം ദിലീപിനെ വിളിക്കണോ, രാജുവിനെ വിളിക്കണോ, അല്ല നിബിനെ വിളിക്കണോ, അല്ലെങ്കിൽ ജയസൂര്യയെ വിളിക്കണോ? അവസാനം അവർ തീരുമാനിച്ചു ആരെയും വിളിക്കണ്ട. അപ്പോൾ അത്രയും കൺഫ്യൂഷൻ ഇവർക്ക് തന്നെ ഉണ്ട്. ആർക്കാണ് ആദ്യം പ്രിയോറിറ്റി കൊടുക്കേണ്ടതെന്ന്. അത്രയധികം സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള ഈ പ്രോഗ്രാമിന് അതിൻ്റെ ഔപചാരികമായ ഒരു വിളക്ക് കൊളുത്തൽ എനിക്ക് അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ചതിന് ഞാൻ ആദ്യമായി ഈ സിനിമയുടെ സംവിധായകനായ നാദൃഷയോടും ഇതിൻ്റെ അണിയറ പ്രവർത്തകരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നാദൃഷ സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴൊക്കെ എല്ലാവരും വിചാരിച്ചു അത് ദിലീപിനെ വെച്ചിട്ടായിരിക്കും സിനിമ ചെയ്യുക. എല്ലാവരും ചോദിച്ചു എന്താ ദിലീപിനിടാതെ പൃഥ്വിരാജിനെ ഇട്ടത് എന്ന്. പുട്ടുവച്ചോടത്തിന് മാത്രമേ ദിലീപ് കൂടെ കൂട്ടുള്ളൂ, സിനിമയ്ക്ക് കൂടെ കൂട്ടുള്ളൂ. അപ്പോൾ ഞാനും മനസ്സിൽ ആലോചിച്ചു, ശരിയാണല്ലോ, അതെന്താണ് അങ്ങനെ. പക്ഷേ ഞാൻ നാദൃഷയോട് ചോദിച്ചു, നാദൃഷ എനിക്ക് കഥയൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞാൽ കഥ കേട്ടു. കഥ കേട്ട ഉടനെ ഞാൻ പറഞ്ഞു, ഇതിൽ ദിലീപ് പറ്റില്ല, ഈ വേഷം രാജു അല്ലാത്ത മലയാള സിനിമയിൽ വേറെ ആർക്കും പറ്റുകയുമില്ല. അപ്പൊ നാദൃഷയുടെ ഡിസിഷൻ കറക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ദിലീപ് വിഷമിക്കണ്ട, അടുത്ത പടത്തില് എന്തായാലും ദിലീപിന് ചാൻസ് ഉണ്ട് അല്ലേ. അതുപോലെ ഞങ്ങളുടെ മിമിക്രിക്കാരുടെ കൂട്ടായ്മയിൽ സിനിമയുടെ വേദിയിൽ നാദൃഷ പല മിമിക്രിക്കാർക്ക് ഓഫർ കൊടുക്കുന്നുണ്ടായി. അന്ന് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാനിപ്പോൾ 7 or 8 സിനിമ എടുത്തു കഴിഞ്ഞു, 9 സിനിമകളുടെ എടുത്തു കഴിഞ്ഞു. ഇതുവരെയും എനിക്ക് ഇത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആരും വന്ന് ചോദിച്ചാലും ഓക്കെ നിനക്കൊരു റോൾ എന്ന്. ഞാൻ വിചാരിച്ചു ഇവർക്കൊന്നും റോള് കൊടുക്കില്ലായിരിക്കും, വെറുതെ പറയുകയായിരിക്കും എന്ന്. ഞാനും അങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ഈ സിനിമയുടെ ഈ പല ക്യാരക്ടേഴ്സിനെ എടുത്ത് നോക്കുമ്പോൾ അന്ന് ആർക്കൊക്കെ നാദൃഷ വാക്ക് പറഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ റോള് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ മനസ്സാണ്. ഈ നന്മ ഈ സിനിമയുടെ കാര്യത്തിൽ ഉണ്ടാവട്ടെ. ഈ സിനിമ ഒരു വലിയ വിജയമാകട്ടെ. അങ്ങനെ ഞങ്ങളുടെ മിമിക്രിക്കാരുടെ കൂട്ടത്തിൽ നിവിനും രാജുവും ക്ഷമിക്കുക ഒരു സ്റ്റാർ ഡയറക്ടർ കൂടി ഉണ്ടാവുകയാണ്. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മിമിക്രി കുടുംബത്തിന്, നാദൃഷയ്ക്കും ഈ അമർ അക്ബർ അന്തോണിയുടെ പിന്നണി പ്രവർത്തകർക്കും, പ്രത്യേകിച്ച് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് 2 പേരാണ്, ഇരട്ടകളാണ്, ബിബിനും വിഷ്ണുവും. ഈ 2 നവാഗത ചെറുപ്പക്കാരെയും എനിക്കറിയാം, 2 പേരും എടുക്കുന്നവരാണ്. അവർക്കും ഇതൊരു വലിയ തുടക്കമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാവിധ ആശംസകളോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.